അച്ഛനായിരിക്കും അതിൽ ഓർക്കാന്ന്. നീ എന്താ എത്ര വൈകിയത്? ഈ നേരം വരെ അച്ഛൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. സ്കൂളിൽ നിന്ന് വരുമ്പോൾ സർപ്രൈസ് തരാൻ. വൈകിയപ്പോഴാണ് ഞാൻ വിളിച്ചത്. എന്നിട്ട് ആളെവിടെ? ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി. ലോറൻസ് അങ്ങളുടെ വീട്ടിലുണ്ടാവും. കുറച്ചുകൂടെ ചെറുതായിട്ട് കയറ്, എന്നാലും അടുപ്പി വെക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ അങ്കിൾ. ഹായ് ഹണി. ഹായ് ഡാളേ. ഹായ്. ഇതുവരെ കഴിഞ്ഞില്ലേ? ഇത് തീർന്നിട്ട് വേണ്ട ടാങ്ക് ക്ലീൻ ചെയ്യാൻ. കുറച്ചേരം അതിയാ ഇത് ബോറടിച്ചു തുടങ്ങി. ബോറടിച്ചോട്ടെ, നീ അത് തീർക്ക്. ലെറ്റ് ഹിം ഫിനിഷ് ദിസ് ഫസ്റ്റ്. ടാങ്ക് ഇവിടെ തന്നെ ഉണ്ട്. ഇറ്റ്സ് അപ് ടു യു. ബാക്കിൽ തെങ്ങാനുണ്ട്, തേങ്ങ ഇടാനുണ്ട് കേട്ടോ. തേങ്ങ ഇടുന്നതിന് മുമ്പ് നീ ആ വണ്ടിയും കൂടെ ഒന്ന് കഴിയട്ടെ. എടാ ഇത് ഫിനിഷ് ചെയ്തിട്ട്. അങ്കിൾ ഇയാളെ വിട്ടില്ലേ? ഇവനിപ്പോ കുപ്പിന്ന് തുറന്നു വിട്ട ഭൂതവാ. എന്ത് പണിയും ചെയ്യും, ഇല്ലെങ്കിൽ പിന്നെ ജയിലാ. മാത്രമല്ല ഗ്യാസിനൊക്കെ ഇപ്പം എന്താ വില? അച്ഛൻ ഇങ്ങോട്ട് വന്നോ? വന്നു, പക്ഷെ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. അപ്പുറത്തെ മാധവൻകുട്ടി മേനോൻ വന്ന് വിളിച്ചോണ്ടേ അവിടെ കാണും. ശരി. ആ പഠിച്ചല്ലോ. ഒരു കോടാലികള്. ദുബായി ഓടി വന്നേ. മേനോ സാറേ, അച്ഛന്റെ പഴയ വർക്ക്ഷോപ്പിലെ സ്ഥിരം ക്ലൈന്റ് ആയിരുന്നു. 4-5 മാസമായി എത്ര ഇവനൊന്ന് അനങ്ങിയിട്ട്. അച്ഛൻ അന്വേഷിച്ച് എത്തിയോ? കുടിക്കൂ. നടക്കട്ടെ. വേണ്ട, താങ്ക് യു. അവൾ ഇത് കുടിച്ചോളൂ. ഇല്ല, അച്ഛൻ കുടിച്ചോളൂ. കുടിക്കടി. എനിക്ക് വേണ്ട. സാർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ഓക്കെ അല്ലേ? നന്ദനം തൊട്ടാ ശരിയാണെന്ന് എനിക്ക് അറിയായിരുന്നു. പുറമേ നിന്നൊരു മെക്കാനിക്കിനെ വിളിച്ചാൽ കാശ് കൊടുക്കണമല്ലോ. ഞാനേക്കോട്ടെ സാറേ. നീ ഒന്ന് കുളിച്ചില്ലല്ലേ? ദൈവമേ, കേരളം മൊത്തം ഉണ്ടല്ലോ ടേബിളില്. ആദ്യത്തെ ദിവസമല്ലേ, അതുകൊണ്ടാ. എന്നും പ്രതീക്ഷിക്കണ്ട. എന്തേ? ഹേയ്, ഞാൻ പെട്ടെന്ന് എൻ്റെ കുബൂസിനെ കുറിച്ച് ഓർത്തു പോയതാ. കുബൂസിനെ പിരിഞ്ഞിരിക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിലും അത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. നാളെ മുതൽ നമുക്ക് കുബൂസും തൈരും തന്നെ ആക്കാം. എടി, നിന്റെ ഈ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഒക്കെ മനസ്സിൽ ഓർത്തിട്ടല്ലേ അവിടെ ഞാൻ കുബൂസ് ഓരോ ദിവസവും കടിച്ചമർത്തിയിരുന്നത്. മോളെ, ആഹാരത്തിന്റെ കൂടെ വെള്ളം കുടിക്കരുത്, ദഹനത്തെ ബാധിക്കും. ഒന്നിൽ ആഹാരത്തിന് 1 മണിക്കൂർ മുമ്പ് അല്ലെ ആഹാരം കഴിഞ്ഞിട്ട് ലിക്വിഡ് അങ്ങനെ കഴിക്കാവൂ. നമുക്ക് എല്ലാത്തിനും ഒരു ചിട്ട വേണം. അല്ലച്ചാ, ഓ, അപ്പൊ ഈ കഞ്ഞി സൂപ്പൊക്കെ കഴിക്കുന്നവരോ? അവർക്ക് ഈ ലിക്വിഡിന്റെ പ്രശ്നമില്ലേ? അത് കഞ്ഞി സൂപ്പും, ഇത് ചോറല്ലേ. അതാണ് അതിന്റെ വ്യത്യാസം. ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. അമ്മയ്ക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി.